ഈസ് ആൻറ്റി ഡാൻഡ്രഫ് ഏജൻറ്റ് യൂസ്ഡ് ഇൻ ഷാംപൂ ഈസ് ഏതായിരിക്കും? സിട്രിമൈഡ് ഉണ്ട്. സിട്രിമൈഡ് ജെർമിസിഡലാണ്. ജെർമിസിഡൽ അമോണിയം ക്വാട്ടർണറി അമോണിയം കോമ്പൗണ്ട് യൂസ്ഡ് ആസ് ജെർമിസിഡൽ ഏജൻറ്റ് അല്ലേ. സെലീനിയം സൾഫൈഡ് ആണ്. ലെനോളിൻ്റെ യൂസ് എന്താണ്? അല്ലെങ്കിൽ ഹൈഡ്രസ് വൂൾഫാറ്റ് എന്താണ് യൂസ്? ലെനോളിൻ പർട്ടിക്കുലർലി യൂസ് ചെയ്യുന്നത് കണ്ടീഷനിങ് ഏജൻ്റ് ആയിട്ടാണ് അല്ലേ. കണ്ടീഷനിങ്, അതായത് നമ്മൾ ഷാമ്പു യൂസ് ചെയ്യുന്ന സമയത്ത് ഡ്രൈ ഹെയർ ആയിരിക്കും, അതിനെ ഒരു വെറ്റ് ഗ്ലോസി ലുക്ക് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കണ്ടീഷനിങ് ഏജൻ്റായിട്ട് കണ്ടീഷണർ യൂസ് ചെയ്യുന്നത് ലെനോളിൻ. അതുപോലെ തന്നെ ഹെർബൽ എക്സ്ട്രാക്ട്സ് അല്ലെങ്കിൽ ഓയിൽസ്, എഗ്ഗ്, അമിനോ ആസിഡ്, ലെസിത്തിൻ അതുപോലുള്ള സബ്സ്റ്റൻസ് ഒക്കെയാണ് നമ്മൾ കണ്ടീഷണറായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പം ലെനോളിൻ ആൻസർ അല്ല. സൾഫർ എന്ന് പറയുന്നത് നമുക്കറിയാം ആൻറ്റി ബാക്ടീരിയൽ അല്ലെങ്കിൽ ആൻറ്റി മൈക്രോബിയൽ ഏജൻ്റാണ്. അപ്പോൾ അതിനകത്ത് ആൻറ്റി ഡാൻഡ്രഫ് ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ ഷാമ്പൂവിനകത്ത് ആഡ് ചെയ്യുന്നത് സെലീനിയം സൾഫൈഡ് എന്ന് പറഞ്ഞ കോമ്പൗണ്ടാണ്. നെക്സ്റ്റ്, ആൻറ്റി ഡാൻഡ്രഫ് ഏജൻറ്റ് യൂസ്ഡ് ഇൻ ഷാമ്പൂ which among these used as conditioning agent in shampoo? Which among these used as conditioning agent in shampoo? Sodium lauryl sulfate, lecithin, citramide, polyvinyl alcohol. അത് പോളിവിനൈൽ ആൽക്കഹോൾ എന്താ യൂസ്? പോളിവിനൈൽ ആൽക്കഹോൾ തിക്കനിങ് ഏജൻ്റ് ആണ്. പോളിവിനൈൽ ആൽക്കഹോൾ തിക്കനിങ് ഏജൻ്റ് ആണ്. ഷാമ്പൂവിനകത്ത് തിക്കനിങ് ഏജൻ്റ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. സിട്രിമൈഡ് എന്ന് പറയുമ്പോൾ ജെർമിസിഡൽ ഏജൻ്റ് ആണ്. ക്വാട്ടർണറി അമോണിയം കോമ്പൗണ്ട് ആണ് സിട്രിമൈഡ്. സോഡിയം ലോറൈറ്റ് സൾഫേറ്റ് എന്ന് പറയുന്നത് സർഫാക്റ്റൻ്റ് ആണ്. ആനോണിക് സർഫാക്റ്റൻ്റ് യൂസ്ഡ് ഇൻ ഷാമ്പു. ലെസിത്തിൻ ആണ്. ലെസിത്തിൻ അതുപോലെ ലെനോളിൻ, ഓയിൽസ്, ഹെർബൽ എക്സ്ട്രാക്ട്സ്, എഗ്, അമിനോ ആസിഡ്സ്, ഫോസ്ഫോലിപ്പിഡ്സ് ലൈക്ക് ലെസിത്തിൻ ഇതൊക്കെ എന്താണ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്? കണ്ടീഷണർ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ആൻസർ ഈസ് ബി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ജെർമിസിഡൽ ഏജൻറ്റ് യൂസ്ഡ് ഇൻ ഷാമ്പൂ. ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഏതാണെന്ന് നിങ്ങൾക്ക് അമോണിയം ലോറൈൽ സൾഫേറ്റ്, സോഡിയം ലോറൈറ്റ് സൾഫേറ്റ്, ലെനോളിൻ. ലെനോളിൻ കണ്ടീഷനിങ് ഏജൻ്റ് ആണ്. സോഡിയം ലോറൈറ്റ് സൾഫേറ്റ് ആൻഡ് അമോണിയം ലോറൈൽ സൾഫേറ്റ് എന്ന് പറയുന്നത് സർഫാക്റ്റൻ്റ് ആണ്. അപ്പോൾ ഇതിനകത്ത് വരുന്നത് സിട്രിമൈഡ് ആണ്. സിട്രിമൈഡ് എന്ന് പറയുമ്പോൾ ക്വാട്ടർണറി അമോണിയം കോമ്പൗണ്ട് ആണ്. is used as germicidal agent in shampoo. Okay, right answer is citramide. Next question, a suitable preservative for eye drops is. eye dropsനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന പ്രിസർവേറ്റീവ് ഫിനൈൽ മെർക്കൂറിക് അസറ്റേറ്റ്, മീഥൈൽ പാരബൻ, തയോമെർസാൽ, ഫീനോൾ. ഫിനൈൽ മെർക്കൂറിക് ആസറ്റേറ്റ് ആണ് നമ്മൾ ഐ ഡ്രോപ്സിനകത്ത് കോമൺ ആയിട്ടും യൂസ് ചെയ്യുന്ന പ്രിസർവേറ്റീവ്. ഫിനൈൽ മെർക്കൂറിക് ആസറ്റേറ്റ്. ആൻസർ ഈസ് ഫിനൈൽ മെർക്കൂറി. മീഥൈൽ പാരബൻ ഒന്നും ആഡ് ചെയ്യത്തില്ല. ഫിനൈൽ മെർക്കൂറിക് ആസറ്റേറ്റ് ആണ് നമ്മൾ ഐ ഡ്രോപ്സിനകത്ത്. മീഥൈൽ പാരബനൊക്കെ നമ്മൾ എമൾഷനകത്ത് അല്ലെങ്കിൽ ഓയിൻമെൻറ്റ്സിനകത്തൊക്കെ ആഡ് ചെയ്യുന്ന ഐ ഡ്രോപ്സിനകത്ത് നമ്മൾ ഫിനൈൽ മെർക്കൂറിക് നൈട്രേറ്റ് അറ്റ് എ വെരി ലീസ്റ്റ് കോൺസെൻട്രേഷനിലാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കോമൺലി യൂസ്ഡ് അബ്രസീവ് ഇൻ ഡെൻറ്റിഫ്രൈസ് പ്രിപ്പറേഷൻ ഈസ്. കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്, നമ്മൾ ഡെൻറ്റിഫ്രൈസിനകത്ത് യൂസ് ചെയ്യുന്ന അബ്രസീവ് ഏജൻറ്റ്സ് ഏതാണ്? പ്രസിപ്പിറ്റേറ്റഡ് കാൽസ്യം കാർബണേറ്റ്, ട്രൈ ബേസിക് കാൽസ്യം ഫോസ്ഫേറ്റ്, കാൽസ്യം പൈറോഫോസ്ഫേറ്റ്, ഓൾ ദി അബോവ്. യെസ്, ഇതെല്ലാം നമ്മൾ കാൽസ്യം കാർബണേറ്റ്, കാൽസ്യം ഫോസ്ഫേറ്റ്, കാൽസ്യം പൈറോഫോസ്ഫേറ്റ്, ദീസ് ആർ ഓൾ യൂസ്ഡ് ആസ് അബ്രസീവ് ഏജൻറ്റ്. ബട്ട് കാൽസ്യം ഗ്ലൂക്കണേറ്റ്, കാൽസ്യം ലാക്ടേറ്റ് അതുപോലുള്ള സംഭവങ്ങൾ, ലെവുലനേറ്റ് ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഡൈലുവൻ്റ് ആണ്. അത് എപ്പോഴും ആലോചിക്കണം. കാൽസ്യം കാർബണേറ്റ്, കാൽസ്യം ഫോസ്ഫേറ്റ്, കാൽസ്യം സൾഫേറ്റ്, കാൽസ്യം പൈറോഫോസ്ഫേറ്റ്, ദീസ് ആർ ഓൾ യൂസ്ഡ് ആസ് abrasive agent, mild abrasive agent in dentifrice preparation. Okay, so the answer are the above. Next, a humectant is added to the toothpaste is ഏതാണ് humectant ആഡ് ചെയ്യുന്നത്? ഗ്ലിസറിൻ, സോർബിറ്റോൾ, പ്രൊപ്പിലീൻ ഗ്ലൈക്കോൾ, ഓൾ ദി അബോവ്. ഏതാണ് ആൻസർ? ഗ്ലിസറിൻ ആണോ, സോർബിറ്റോൾ ആണോ, പ്രൊപ്പിലീൻ ഗ്ലൈക്കോൾ ആണോ, ഓൾ ദി അബോവ്? ഓൾ ദി അബോവ്. ഇതെല്ലാം നമ്മൾ എന്തായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്? ഹ്യൂമെക്റ്റൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നു. ഹ്യൂമെക്റ്റൻ്റ് എന്ന് പറയുമ്പം ഹ്യൂമെക്റ്റൻ്റ് ഈസ് ആഡഡ് ടു ദ ടൂത്ത് പേസ്റ്റ് ടു പ്രിവെൻറ്റ് ദ ഡ്രൈയിങ് ഔട്ട്.
So when we keep the toothpaste for long time, it becomes എന്താണ് hard. So drying out is a cause during the long storage. So it can be avoided by the addition of humectants that keep the paste എന്താണ് wet always, prevents the drying out of the formulation. Next, most commonly used flavoring agent in toothpaste is. Most commonly used flavoring agent in toothpaste is. ഫ്ലേവറിങ് ഏജൻറ്റ് ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ടൂത്ത് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഫ്ലേവറിങ് ഏജൻറ്റ് ഏതാണ്? പെപ്പർമിൻറ്റ് ഓയിൽ, ഫ്രൂട്ട് ഫ്ലേവർ, മീഥൈൽ സാലിൻ, ഇതെല്ലാം നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. പക്ഷേ ഏറ്റവും കോമൺ ആയിട്ട് ഏത് ടൂത്ത് എടുത്താലും അതിനകത്ത് ഫ്ലേവറിങ് ഏജൻ്റ് ആയിട്ട് നമ്മൾ ആഡ് ചെയ്യുന്നത് പെപ്പർമിൻറ്റ് ഓയിലാണ്. റൈറ്റ് ആൻസർ ഈസ് പെപ്പർമിൻറ്റ് oil. Next, most commonly used sweetening agent in dentifrice is syrup, glycerin, saccharin. ഏതായിരിക്കും? Most commonly used sweetening agent in dentifrice is saccharin. Next, a compact powder is. കോമ്പാക്ട് പൗഡർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, പൗഡർ കേസിൽ അല്ലെങ്കിൽ പൗഡർ ബോക്സിൽ പൗഡറിനെ പ്രസ് ചെയ്ത് വെച്ചിരിക്കുന്ന സംഭവമാണ് കോമ്പാക്ട് പൗഡർ എന്ന് പറയുന്നത്. ഫേസിൽ അപ്ലൈ ചെയ്യുന്നതാണ്. ചിലർ ഫൗണ്ടേഷൻ ക്രീം അപ്ലൈ ചെയ്തിട്ട് കോമ്പാക്ട് പൗഡേഴ്സ് ഇടും, ഇല്ലാത്തൊരു ഡയറക്റ്റായിട്ട് യൂസ് ചെയ്യും വിത്ത് ദ ഹെൽപ്പ് ഓഫ് പഫ് ആണ്. ആ പഫ് വെച്ചിട്ട് നമ്മൾ പൗഡർ കേസിനകത്തുനിന്ന് പൗഡർ പ്രസ് ചെയ്ത് വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ കംപ്രസ്ഡ് പൗഡേഴ്സിന് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്. അതിനാണ് കോമ്പാക്ട് പൗഡർ എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു ബ്രാൻഡ് നെയിമാണ് ലാക്മേയുടെയൊക്കെ കോമ്പാക്ട് പൗഡർ അവൈലബിൾ ആണ്. അതെന്ന് പറയുന്നത് ശരിക്കും ഏതാണ്? ഫേസ് പൗഡറാണ്. കോമ്പാക്ട് പൗഡർ ഈസ് ഫേസ് പൗഡർ. നെക്സ്റ്റ്, സോർബിറ്റാൻ എസ്റ്റേസ്, അതായത് സ്പാൻ എന്ന് പറയുമ്പോൾ സോർബിറ്റാൻ എസ്റ്റേസ്. ട്വീൻ എന്ന് പറയുന്നത് പോളിസോർബേറ്റ് അല്ലേ? സ്പാൻ എന്ന് പറയുന്നത് സോർബിറ്റാൻ എസ്റ്റേസ് ആണ്. അത് ഏത് ടൈപ്പ് ഏതാണ് സർഫാക്റ്റൻ്റ് ആണെന്നാണ് ചോദ്യം. സ്പാൻ എന്ന് പറയുന്നത് ലിപ്പോഫിലിക് സർഫാക്റ്റൻ്റ് ആണോ, ഹൈഡ്രോഫിലിക് സർഫാക്റ്റൻ്റ് ആണോ, ഡീഫ്ലോക്കുലൻ്റ് ആണോ, നൺ ഓഫ് ദ എബോവ്? ഏതാണ്? ആൻസർ ഈസ് സ്പാൻ ലിപ്പോഫിലിക്. സ്പാൻ എന്ന് പറയുന്നത് ലിപ്പോഫിലിക് സർഫാക്റ്റൻ്റ് ആണ്. സോർബിറ്റാൻ എസ്റ്റേസ് എന്ന് പറയുന്നത് ലിപ്പോഫിലിക് സർഫാക്റ്റൻ്റ്. ട്വീൻ എന്ന് പറയുന്നതാണ് ഏത്? ഹൈഡ്രോഫിലിക്. പോളിസോർബേറ്റ്സ് എന്ന് പറയുന്നതാണ് ഹൈഡ്രോഫിലിക് സർഫാക്റ്റൻ്റ് ആയിട്ട് വരുന്നത്. മനസ്സിലായല്ലോ? സ്പാൻ, സോർബിറ്റാൻ എസ്റ്റേസ് എന്ന് പറയുന്നത് ലിപ്പോഫിലിക് സർഫാക്റ്റൻ്റ് ആണ്. ട്വീൻ എന്ന് പറഞ്ഞ സർഫാക്റ്റൻ്റ്, അതായത് ട്വീൻ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ പോളിസോർബേറ്റ് ആണ്. പോളിസോർബേറ്റ് എന്ന് പറയുന്നത് ഹൈഡ്രോഫിലിക് സർഫാക്റ്റൻ്റ് ആണ്. സോ സ്പാൻ ഈസ് എ ലിപ്പോഫിലിക് സർഫാക്റ്റൻ്റ്. നെക്സ്റ്റ്, മോസ്റ്റ് ഡെൻ്റൽ പ്രോഡക്ട്സ് ആർ. ഡെൻ്റൽ പ്രോഡക്ട്സ് മോസ്റ്റ്ലി പ്രിസ്ക്രിപ്ഷൻ പ്രോഡക്ട്സ് അല്ല, റെസ്ട്രിക്റ്റഡ് പ്രോഡക്ട്സും അല്ല. അത് OTC പ്രോഡക്റ്റ് ആണ്. സോ നോൺ പ്രിസ്ക്രിപ്ഷൻ പ്രോഡക്റ്റ് ആണ് ഏത്? മോസ്റ്റ്ലി ഡെൻ്റൽ പ്രോഡക്ട്സ് എന്ന് പറയുന്നത് നോൺ പ്രിസ്ക്രിപ്ഷൻ പ്രോഡക്ട്സ് ആണ്. നെക്സ്റ്റ്, എ കെമിക്കൽ പ്രസൻറ്റ് ഇൻ ടൂത്ത്പേസ്റ്റ് ടു റിലീവ് ഡെൻ്റൽ ഹൈപ്പർ സെൻസിറ്റിവിറ്റി ഈസ്. ഏതാണ്? ഡെൻ്റൽ ഹൈപ്പർ സെൻസിറ്റിവിറ്റി എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ ഡീസെൻസിറ്റൈസിങ് ഏജൻറ്റ് ഏതാണെന്ന്. അപ്പോൾ അതിന് ആൻസർ ഏതായിരിക്കും? സ്റ്റാനസ് ഫ്ലൂറൈഡ് ആണോ, അതോ സ്ട്രോൺഷ്യം ക്ലോറൈഡ് ആണോ, അതോ കാൽസ്യം കാർബണേറ്റ്? കാൽസ്യം കാർബണേറ്റും കാൽസ്യം ഫോസ്ഫേറ്റും ഒക്കെ അബ്രസീവ് ഏജൻ്റ് ആണ്. സ്റ്റാനസ് ഫ്ലൂറൈഡ് എപ്പോഴും ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. സ്റ്റാനസ് ഫ്ലൂറൈഡ് ഡെൻ്റൽ ക്യാരീസ് ട്രീറ്റ്മെൻറ്റ്, ഡെൻ്റൽ ഇൻഫെക്ഷൻ, ടൂത്ത് ഇൻഫെക്ഷൻ ക്യാരീസ് cavities because of microbes, that is treated with stannous fluoride. So the answer നമ്മൾ എപ്പോഴും ഓർക്കുക, ഡീസെൻസിറ്റൈസിങ് ഏജൻ്റ് ആയിട്ട് സ്ട്രോൺഷ്യം ഫ്ലൂറൈഡ് അല്ലെങ്കിൽ സ്ട്രോൺഷ്യം ക്ലോറൈഡ് ആണ് യൂസ് ചെയ്യുന്നത്. സോ ഹൈപ്പർ സെൻസിറ്റിവിറ്റി, ഡെൻ്റൽ ഹൈപ്പർ സെൻസിറ്റിവിറ്റി ഈസ് റിലീസ്ഡ് ഓർ റിലീവ്ഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ കെമിക്കൽ ഏതാണ്? സ്ട്രോൺഷ്യം ക്ലോറൈഡ്. സ്ട്രോൺഷ്യം ക്ലോറൈഡ് അല്ലെങ്കിൽ സ്ട്രോൺഷ്യം ഫ്ലൂറൈഡ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ആൻസർ ഈസ് ഡി, സ്ട്രോൺഷ്യം ക്ലോറൈഡ്. നെക്സ്റ്റ്, specialist corrects the improper position of teeth is. Improper position
എൻഡോഡോണ്ടിസ്റ്റ് എന്താണെന്ന് അറിയാം, റൂട്ട് കനാൽ തെറാപ്പിയിൽ അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റിന് സ്പെഷ്യലൈസേഷൻ ചെയ്തത്. പെരിയോഡോണ്ടിസ്റ്റ് എന്താണെന്നറിയാം, സപ്പോർട്ടിങ് സ്ട്രക്ചേഴ്സ്, ഗമ്മ്, അതുപോലെ തന്നെ എന്താണ് സിമെൻറ്റം, അതിൻ്റെയൊക്കെ ട്രീറ്റ്മെൻറ്റിന്, അതിൻ്റെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അതിൻ്റെ ഇൻഫ്ലമേഷൻസ് ഒക്കെ ആണെങ്കിൽ അതിന് ട്രീറ്റ്മെൻറ്റ് പെരിയോഡോണ്ടിസ്റ്റ് അല്ലേ. ഇനി പ്രോസ്തോഡോണ്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ദാറ്റ് ഈസ് യൂസ് ടു റീസ്റ്റോർ ഓർ റീകൺസ്ട്രക്ട് ഇൻട്രാ ഓറൽ ഡിഫക്ട്സ്, അതായത് മിസ്സിംഗ് ടീത്ത്, മിസ്സിംഗ് പാർട്ട് ഓഫ് ടീത്ത്, അല്ലെങ്കിൽ മിസ്സിംഗ് സോഫ്റ്റ് അല്ലെങ്കിൽ ഹാർഡ് സ്ട്രക്ചർ ഓഫ് ജോസ് ആൻഡ് പലേറ്റ്. അതൊക്കെ അതിന് ലോവർ ജോ അല്ലെങ്കിൽ അപ്പർ ജോയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, അല്ലെങ്കിൽ പലേറ്റിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, അല്ലെങ്കിൽ മിസ്സിംഗ് ഓഫ് ടീത്ത്, അല്ലെങ്കിൽ മിസ്സിംഗ് പാർട്സ് ഓഫ് ടീത്ത്, ഇതൊക്കെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന ഡോണ്ടിസ്റ്റ് എന്ന് പറഞ്ഞ ആളാണ്. അപ്പോൾ ഇതിനകത്ത് ഇംപ്രോപ്പർ പൊസിഷനിങ് ഓഫ് ടീത്ത് കറക്റ്റ്സ് ബൈ ദ സ്പെഷ്യലിസ്റ്റ് ഓർത്തോഡോണ്ടിസ്റ്റ് ആണ്. ഓർത്തോഡോണ്ടിസ്റ്റ്. നെക്സ്റ്റ്, the permanent filling materials for dental cavities. Permanent filling materials for dental cavities. Permanent filling materials for dental cavities. സിൽവറും ഗോൾഡും നമ്മൾ ഒരുപോലെ യൂസ് ചെയ്യുന്നുണ്ട്, സിൽവർ ഓർ ഗോൾഡ്. അപ്പം നമുക്ക് സി ആണ് ആൻസർ. ബോത്ത് സിൽവർ ആൻഡ് ഗോൾഡ് ആർ യൂസ്ഡ് ആസ് എ ഫില്ലിംഗ് മെറ്റീരിയൽ. ഫില്ലിംഗ് മെറ്റീരിയൽ യൂസ് ചെയ്യുന്നത് ആരായിരിക്കും? എൻഡോഡോണ്ടിസ്റ്റ് ആണ്. റൂട്ട് കനാൽ തെറാപ്പിയിലൊക്കെയാണ് ഫില്ലിംഗ് നടക്കുന്നത്. അപ്പോൾ ഫില്ലിംഗ് മെറ്റീരിയൽ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് സിൽവർ ആൻഡ് ഗോൾഡ് ആണ്. നെക്സ്റ്റ്, സൊല്യൂഷൻസ് യൂസ് ടു ക്ലീൻ സെപ്റ്റിക് സോക്കറ്റ്സ് ആൻഡ് റൂട്ട് കനാൽസ്. ഇനി സെപ്റ്റിക് സോക്കറ്റ്സ് അല്ലെങ്കിൽ സെപ്റ്റിക് എന്ന് പറയുമ്പോൾ ഇൻഫെക്റ്റഡ്, സോക്കറ്റ്സ് എന്ന് പറയുമ്പോൾ ടീത്ത് സോക്കറ്റ്, ആൻഡ് റൂട്ട് കനാൽസ്. സൊല്യൂഷൻ യൂസ് ടു ക്ലീൻ സെപ്റ്റിക് സോക്കറ്റ്സ് ആൻഡ് റൂട്ട് കനാൽസ്. അത് നമ്മൾ ആദ്യമേ പറഞ്ഞതാണ്. ഇതുപോലുള്ള ക്ലീനിങ്ങിന് നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ബ്ലീച്ചിങ് ആയിട്ട് യൂസ് ചെയ്യുന്നത് പെറോക്സൈഡ്സ് ആണ്. ഒന്നുകിൽ സിങ്ക് പെറോക്സൈഡ് അല്ലെങ്കിൽ ഹൈഡ്രജൻ പെറോക്സൈഡ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ സൊല്യൂഷൻ യൂസ് ടു ക്ലീൻ സെപ്റ്റിക് സോക്കറ്റ്സ് ആൻഡ് റൂട്ട് കനാൽസ് ഈസ് ഹൈഡ്രജൻ പെറോക്സൈഡ് സൊല്യൂഷൻ. ഓക്കെ, ഹൈഡ്രജൻ പെറോക്സൈഡ് ആണ് നമ്മുടെ സെപ്റ്റിക് സോക്കറ്റ്സ് അല്ലെങ്കിൽ റൂട്ട് കനാൽ ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ബ്ലീച്ചിങ് ഏജന്റ്, ഹൈഡ്രജൻ പെറോക്സൈഡ്. ഇനി എന്തെങ്കിലും ക്വറീസ് ഉണ്ടെങ്കിൽ ചോദിക്കാം.